മക്കളെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാ. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വിശേഷം എന്താന്ന് നോക്കാം. അങ്ങനെ നിർത്തിയാൽ പോരാലോ, വെറുതെ അങ്ങനെ വിട്ടാലേ ശരിയാകത്തില്ല, അത് വീണുപോകും. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പം അവന്മാര് നല്ല കുട്ടപ്പന്മാരായി. എന്താ വിശേഷം നോക്കാം. ഇവന്മാരിപ്പൊ നല്ല കുളിച്ചു കുട്ടപ്പനായി നിപ്പുണ്ട്. അങ്ങനെ നിർത്തിയാ പോരാലോ, ഇതിങ്ങനെ പോയിരിക്കും. അങ്ങ് കമ്പ് എവിടെയോ കിടക്കുന്നു, കമ്പിന്റെ മണ്ട കയറിയോട്ട് അങ്ങ് പോയി. പൊതുക്കി നിർത്താൻ എന്തോ ചെയ്യണം? നേരത്തെ ഇതിനെല്ലാം അടിവശം ഒന്ന് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വളർന്നു വന്നതെല്ലാം അങ്ങ് മേലോട്ട് പോയി. ഇത് കാണാൻ ഒരു ഭംഗി കാണത്തുള്ളൂ. റിങ്ങി ഇവിടെ നിൽക്കുന്നു, ഇത് വെളിയിൽ ഇങ്ങി വന്നു. നമ്മുടെ പണി തുടങ്ങിയാലോ? കയറിവിടെ നേരത്തെ ഉണ്ട്, അതുകൊണ്ട് അതെല്ലാം ഒന്ന് വെളിയിൽ വന്നതെല്ലാം ഒന്ന് ഇതെല്ലാം ഇതിനകത്താക്കി എന്നാലേ പരിപാടി നടക്കത്തുള്ളൂ. പരന്ന് കിടക്കുമ്പോ നമുക്ക് ഒന്നും ഒരു ഒതുക്കമില്ലാത്ത പോലെ തോന്നും. ചുറ്റി അങ്ങ് വെച്ചാൽ മതി. ഈ കമ്പി അങ്ങനത്തെ അല്ലേ, നൂൽക്കമ്പി പോലത്തെ. ഇത് നമുക്കൊന്ന് കെട്ടി വെക്കാമേ. കെട്ടി വെച്ചാലേ ഒരു ഒതുക്കം കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങ് പടാരണ്ട് പറഞ്ഞ പോലെ അങ്ങ് നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുക. ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കരുത്. ടൈറ്റ് ആക്കിയാൽ ചിലപ്പം തക്കാളിയുടെ തണ്ടിന് തീരെ കനക്കുറവാ, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും ഒത്തിരി ടൈറ്റ് ആക്കല്ലേ. പതുക്കെ ഒന്ന് പിടിച്ച് ചെറിയൊരു ചുറ്റി അങ്ങ് വിട്ടേക്കണം. അല്ലാതെ ഇങ്ങനെ ഈ മലന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറൊന്നും. കാരണം തക്കാളി എല്ലാം കൂടെ പഴുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പെടന്നു വീഴും. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്താല് ഇച്ചിരി ആദ്യം ഞാൻ താഴെ കെട്ടിയതായതല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നമ്മളത് ഒന്നുകൂടെ കെട്ടിയില്ലെങ്കിലേ ശരിയാകത്തില്ല. നോക്കി കെട്ടണം. തക്കാളിയും പൂവും ഒന്നും പോകാതെ, അതിന് പറഞ്ഞ പോലെ വേദനിക്കാതെ, അങ്ങനെയല്ലേ പറയേണ്ടത്. ഇതിന്റെ പണി കഴിഞ്ഞു. ഒരു ചെറിയ കെട്ട് കെട്ടിവിടാം, അതേ നടക്കുള്ളൂ. ഇതിൽ തക്കാളി ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് വലിയ കെട്ട് കെട്ടിയാലേ ചിലപ്പം ഒടിഞ്ഞു വീഴും എല്ലാം കൂടെ. ഇതും കൂടെ ചേർത്ത് കെട്ടിയില്ലെങ്കിൽ ഇവന്മാരിപ്പം ഇങ്ങനെ വലുതായി വരും. മക്കളെ ഇതെല്ലാം മക്കളി ചെറിയൊരു കെട്ടാന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട്, അത്രേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ അങ്ങ് കെട്ടി കേട്ടോ. അപ്പൊ ഒന്ന് ഒതുങ്ങി നിന്നോളും. പിന്നെ തക്കാളി വലുതാകും തോറും ഭാരം കൂടുകയല്ലേ, അന്നേരം താഴോട്ടിഞ്ഞ് പെടന്ന് വീഴാതിരിക്കാനും കൂടെ ഉള്ളൊരു പരിപാടിയാണിത്. ഇപ്പം ഇവന്മാര് കുട്ടപ്പനായെങ്കിലും നല്ല റെഡിയായില്ലേ. തക്കാളികൾ ഇഷ്ടം പോലെ ഉണ്ടേ. പ്ലേറ്റ് തക്കാളി ഒരെണ്ണം പഴുത്ത് റെഡി ആയിട്ടുണ്ട്, ബാക്കിയൊന്നും പഴുത്തിട്ടില്ല. മിഡ് നൈറ്റ് സ്റ്റാക്കാന്നേ. നോക്കുമ്പോഴേ നല്ല ഷൈനിങ് ഇതിന്. കാര്യം ലൈറ്റ് ഇല്ലെങ്കിലും ഇതിൽ നിന്നുള്ള ആ റിഫ്ലക്ഷനിങ് കാണും. അതുകൊണ്ടാണ് മിഡ് നൈറ്റ് സ്നാക്ക് എന്ന് പറയുന്നത്. നല്ല റിഫ്ലക്റ്റ് ആകും. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഒരെണ്ണമേ വന്നിട്ടുള്ളെന്ന് തോന്നുന്നു, ബാക്കിയൊന്നും കാണുന്നില്ല കേട്ടോ. ഇനിയും പഴുത്ത് കഴിയുമ്പോഴേ ഇതിൻ്റെയൊക്കെ കളറും എന്താന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതേ കെട്ടുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് കെട്ടണം. കാരണം ഈ തക്കാളിയുടെ തണ്ട് ഭയങ്കര സോഫ്റ്റാ. പെട്ടെന്ന് അതിൻ്റെ തൊലി പോകാനൊക്കെ ഇടയാകും. തൊലി പോയാലും ഒന്നും പ്രശ്നമില്ല, എന്നാലും ഒരു വാട്ടം വരുമല്ലോ ചെടിക്ക്. അപ്പം അങ്ങനൊന്നും ആകാതെ സൂക്ഷിച്ച് വേണം കെട്ടുന്നത്. ചാക്കിയണങ്ങോ നൂലോ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഇപ്പോൾ ഒരു തെളിച്ചമില്ല, മറ്റേ അങ്ങ് കാട് പോലെ നിൽക്കുമായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മക്കിളി വരാം കേട്ടോ മക്കളെ.